നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ്. അപ്പം സിലബസ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ 4th സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. എൻ്റെ പേര് വാണി എന്നാണ്. എൻ്റെ കൂടെ ഇന്നത്തെ സെഷൻസ് ലീഡ് ചെയ്യാനായിട്ട് MA പൊളിറ്റിക്സിലെ മെന്ററായിട്ടുള്ള അമീന മാം ഉണ്ട്. കൂടാതെ തന്നെ റെക്കോർഡിംഗ് സപ്പോർട്ടിനായിട്ട് അനുഷ മാമും ഈ ഒരു സെഷനകത്ത് എന്നെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മളുടെ ഈ കഴിഞ്ഞ ഓറിയന്റേഷൻ സെഷൻസ് എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഫസ്റ്റ് സെഷൻ ഇനാഗുറേഷൻ ആയിരുന്നു. സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ബാച്ച്മേറ്റ്സിനെ മീറ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഗെയിം ഒക്കെ കളിച്ച് കൊണ്ടുപോയ സെഷൻ ആയിരുന്നു. തേർഡ് എന്ന് പറയുന്നത് ഇഗ്നു ആയിരുന്നു. ഇഗ്നു ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ സെഷൻ ആയിരുന്നു തേർഡ്. 4th സെഷൻ എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ്. അപ്പോൾ MA പൊളിറ്റിക്സിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എന്താണ്, ആ സബ്ജക്റ്റ് അതിനെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് സെഷൻ 4 എന്ന് പറയുന്നത്. നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് സെഷൻ 4 സിലബസ് ഡീകോഡിംഗ് ആണ്. നമ്മളുടെ ഓറിയന്റേഷന്റെ 10th എഡിഷൻ ആണ് ജൂലൈ 25 നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. നമ്മളുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ സിലബസിന്റെ കാര്യങ്ങളും സബ്ജക്ട്സിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഒരു സെഷനാണിത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മുടെ MA പൊളിറ്റിക്സ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് MA പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിൽ നമുക്ക് പഠിക്കാനുള്ള കോഴ്സസ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ് ആണ്. എത്ര സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്, ആ സബ്ജക്ട് ഏതൊക്കെയാണ്, ആ കോഴ്സസ് ഏതൊക്കെയാണ്, കോഴ്സിന്റെ കോഡ് ഏതാണ്, ഓരോ കോഴ്സസിനകത്തും എത്ര ബ്ലോക്സ് എത്ര യൂണിറ്റ്സ് നമുക്കുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. രണ്ടാമത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിങ്ങിനകത്ത് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ സപ്പോർട്ട്സ് എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ടൈം ക്ലാരിറ്റി ചെയ്യുന്നു. നമുക്ക് ഈ ഒരു കാര്യത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷനും ഒക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ഏകദേശം സമയം എന്നാണ് നമ്മൾ വ്യക്തമാക്കുന്നു. അതുകൂടാതെ ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസ് സപ്പോർട്ട് സിസ്റ്റം എന്തൊക്കെയാണെന്നും പിന്നെ ഏറ്റവും ലാസ്റ്റിൽ എല്ലാ സെഷൻസിനകത്തും ഉള്ള പോലെ തന്നെ നമുക്ക് ആക്ഷൻ ടാസ്കും ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അടുത്തത് സിലബസ് ആണ്. ഇഗ്നു സിലബസ് ആണ്. ഇഗ്നുവിന്റെ സിലബസിനെ നമ്മൾ 5 ലെയേഴ്സ് ആയിട്ടാണ് നമ്മളിത് എന്താണ് തരംതിരിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട്. പ്രോഗ്രാം എന്ന് പറയുന്നത് MA പൊളിറ്റിക്സ് ആണ്. അതിനകത്ത് വരുന്ന കോഴ്സസ് സബ്ജക്റ്റ് ആണ്. കോഴ്സിന്റെ കോഡ്, ടൈറ്റിൽ, ക്രെഡിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ കോഴ്സസിനകത്ത് വരുന്നതാണ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ബ്ലോക്ക് അതിന്റെ ഓരോ കോഡും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ യൂണിറ്റ്, ഓരോ ബ്ലോക്കിനകത്ത് വരുന്നതാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് വൈസ് നോക്കുന്നു. ദെൻ അസസ്മെന്റ്സ് എപ്പോഴും വരുന്നത് അസൈൻമെന്റ്സിന്റെയും ടേം ആൻഡ് എക്സാമിനേഷനെയും ബേസ് ചെയ്തിട്ടാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ MA പൊളിറ്റിക്സിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഡെപ്ത് ആയിട്ട് MA പൊളിറ്റിക്സിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നുള്ളത് ഡീറ്റെയിലിംഗ് ചെയ്യാനായിട്ട് MA പൊളിറ്റിക്സിൽ മെന്ററായിട്ടുള്ള അമീന മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. 1 ഇയറിലെ ഫസ്റ്റ് ഇയറിന്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതില് MA പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ഇയറിൽ വരുന്ന MPSലെ കോഴ്സസ് ആണ് നമ്മൾ പറയുന്നത്. അത് കോർ കോഴ്സസ് ആണ്, അതായത് നിർബന്ധമായിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട കോഴ്സസ് ആണ് ഈ ഫസ്റ്റ് പറയുന്നത്. അതിൽ MPS 001 പൊളിറ്റിക്കൽ തിയറി, MPS 002 ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി ആൻഡ് പ്രോബ്ലംസ്, MPS 003 ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്, MPS 004 കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഇഷ്യൂസ് ആൻഡ് ട്രെൻഡ്സ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ വരുന്ന കോഴ്സസ്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ MPS വരുന്നത് MPSC 001 ഇന്ത്യ ആൻഡ് ദ വേൾഡ്, MPSC 003 വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട്, MPSC 004 സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ മോഡേൺ ഇന്ത്യ, MPSC 007 social movements and politics in India, MPSC 008 state politics in India, MED 002 sustainable development issues and challenges, MED 008 globalizations, environment and development, MGP 004 Gandhi's political thought. ഇത്രയുമാണ് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ്. ബാക്കിയുള്ളത് മെറ്റീരിയൽ ഓൺലി ആണ്. MPSC 002 സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ലാറ്റിൻ അമേരിക്ക, MPSC 005 state and society in Africa, MPSC 006 peace and conflict studies, MPSC 009 Canada politics and society, MPSC 011 the European vision in world affairs, MPSC 012 state and society in Australia, MPSC 013 Australia's foreign policy, MGPE 007 non-violence movements after Gandhi, MGPE 008 Gandhian approach to peace and conflict resolution, MGP 010 conflict management, transformation and peace building,
MGPE 011 human security, MGPE 013 civil society, പൊളിറ്റിക്കൽ റിഗൈംസ് ആൻഡ് കോൺഫ്ലിക്ട്. ഇത്രയാണ് വരുന്നത്. അതിലെ 8 സബ്ജക്റ്റ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. MPS 001 പൊളിറ്റിക്കൽ തിയറിയിൽ വരുന്നത് നമ്മൾ ബ്ലോക്കുകളായിട്ടും തിരിച്ചിരിക്കുകയാണ്. അതിൽ ബുക്ക് 1 വരുന്നത് യൂണിറ്റ് 1 വാട്ട് ഈസ് പൊളിറ്റിക്കൽ തിയറി ആൻഡ് വൈ സ്റ്റഡീഡ്, എന്താണ് പൊളിറ്റിക്കൽ തിയറി എന്നും അത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെന്നും യൂണിറ്റ് 1 നമ്മൾ വ്യക്തമാക്കുന്നു. യൂണിറ്റ് 2 വരുമ്പോൾ ഡെമോക്രസി എന്താണെന്നും, യൂണിറ്റ് 3 റൈറ്റ്സ് ഏതൊക്കെയാണെന്നും, യൂണിറ്റ് 4 ലിബർട്ടി, യൂണിറ്റ് 5 വരുമ്പോൾ ഇക്വാലിറ്റി, യൂണിറ്റ് 6 വരുമ്പോൾ ജസ്റ്റിസ്, യൂണിറ്റ് 7 വരുമ്പോൾ ഐഡിയ ഓഫ് ഡ്യൂട്ടി. ഇത്രയുമാണ് നമ്മളുടെ ഫസ്റ്റത്തെ ഇതിൽ വരുന്നത്. യൂണിറ്റ് 8 വരുമ്പോൾ സിറ്റിസൺഷിപ്പ്, യൂണിറ്റ് 9 വരുമ്പോൾ സോവറിനിറ്റി, യൂണിറ്റ് 10 വരുമ്പോൾ സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി, യൂണിറ്റ് 11 വരുമ്പോൾ പവർ ആൻഡ് അതോറിറ്റി, യൂണിറ്റ് 12 വരുമ്പോൾ ലെജിറ്റിമേഷൻ ആൻഡ് ഒബ്ലിഗേഷൻ, യൂണിറ്റ് 13 വരുമ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് ആൻഡ് സത്യാഗ്രഹ, യൂണിറ്റ് 14 വരുമ്പോൾ പൊളിറ്റിക്കൽ വയലൻസ്. ഇനി ബുക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 15 ആയി തിരിച്ചിരിക്കുന്നത് ക്ലാസിക്കൽ ലിബറലിസം, യൂണിറ്റ് 16 വെൽഫെയർ സ്റ്റേറ്റ്, യൂണിറ്റ് 17 ലിബർട്ടേറിയനിസം, യൂണിറ്റ് 18 മാർക്സ്, ലെനിൻ ആൻഡ് മാവോ, യൂണിറ്റ് 9 ലൂക്കാസ്, ഗ്രാംഷി ആൻഡ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ, യൂണിറ്റ് 20 സോഷ്യലിസം, യൂണിറ്റ് 21 കൺസർവേറ്റിസം, യൂണിറ്റ് 22 ഫണ്ടമെന്റലിസം, യൂണിറ്റ് 23 നാഷണലിസം, യൂണിറ്റ് 24 മൾട്ടി കൾച്ചറലിസം, യൂണിറ്റ് 25 ഫാസിസം, യൂണിറ്റ് 26 എത്തുമ്പോൾ ഫെമിനിസം, യൂണിറ്റ് 27 ഗാന്ധിസം ആൻഡ് പസിഫിസം, യൂണിറ്റ് 28 കമ്മ്യൂണിറ്റേറിയനിസം ആൻഡ് സിവിക് റിപ്പബ്ലിക്കനിസം, യൂണിറ്റ് 29 പൊളിറ്റിക്കൽ തിയറി ഇൻ ഗ്ലോബലൈസിംഗ് വേൾഡ്. ഇത്രയുമാണ് MPS 001 വരുന്നത്. ഇനി MPS 002 ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് തിയറി ആൻഡ് പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ ബുക്ക് 1 വരുന്നത് റിയലിസ്റ്റ് ആൻഡ് നിയോ റിയലിസ്റ്റ് അപ്രോച്ചസ് ആണ്. 2 വരുമ്പോൾ ലിബറൽ ആൻഡ് നിയോ ലിബറൽ അപ്രോച്ചസ്, 3 മാർക്സിസ്റ്റ് ആൻഡ് അതർ റാഡിക്കൽ അപ്രോച്ചസ്, 4 നിയോ റാഡിക്കൽ അപ്രോച്ചസ്, 5 പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേണിസ്റ്റ് അപ്രോച്ചസ്, 6 വരുമ്പോൾ ഫെമിനിസ്റ്റ് അപ്രോച്ചസ്, 7 എൻവയോൺമെന്റൽ അപ്രോച്ചസ്, 8 വരുമ്പോൾ വേൾഡ് വ്യൂസ് ഫ്രം ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക, 9 എൻഡ് ഓഫ് കോൾഡ് വാർ, 10 പോസ്റ്റ് കോൾഡ് വാർ ഇഷ്യൂസ്, 11 എമർജിംഗ് പവേഴ്സ്, 12 റീജിയണൽ ഗ്രൂപ്പിംഗ്സ്, 13 ഗ്ലോബലൈസേഷൻ, 14 ഇന്റർനാഷണൽ ഇനിക്വിറ്റീസ്, 15 elements of international economic relations, 16 management of international relations, 17 India in the new global order. ഇനി ബുക്ക് 2 വരുമ്പോൾ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ, 19 ഇന്റർവെൻഷൻ ഓർ ഇൻവേഷൻ, 20 ന്യൂക്ലിയർ proliferation, 21 international terrorism, 22 role of science and technology in international relations, 23 inequality among nations, 24 global corporatism and state sovereignty, 25 human rights and international trade, 26 changing nature of American power, 27 China as an emerging power, 28 emergence of Central Asian republics, 29 ethnic resurgence and identity wars, 13 aboriginal or indigenous movements, 31 displacement of population, intrastate and interstate, 32 transnational movements, cultural and civilizational, 33 role of NGOs, 34 the concept of justice in international relations, 35 human security. ഓക്കെ, ഇത് നമ്മൾ ഓരോ യൂണിറ്റുകൾ, അതായത് ബ്ലോക്കുകളെ ഓരോ സബ് ഡിവിഷൻസ് ആയിട്ട്, സബ് ടോപ്പിക്കുകളായിട്ട് തിരിച്ചിരിക്കുന്നതാണ് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതാണ് 1, 2, 3 എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി MPS 003 വരുമ്പോൾ ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്. അതിൽ വരുന്നത് ബുക്ക് 1 ടോപ്പിക് ആയിട്ട് വരുന്നത് 1 ലെഗസി ഓഫ് നാഷണൽ മൂവ്മെന്റ് വിത്ത് റെഫറൻസ് ടു ഡെവലപ്മെന്റ് റൈറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, 2 വരുമ്പോൾ ഡിബേറ്റ് ഓൺ മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ്, 3 വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, 4 വരുമ്പോൾ ഡൈവേഴ്സിറ്റി ആൻഡ് പ്ലൂറലിസം, 5 വരുമ്പോൾ ഇനിക്വാലിറ്റി, കാസ്റ്റ് ആൻഡ് ക്ലാസ്, 6 പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് ഡെവലപ്മെന്റ്, 7 വരുമ്പോൾ സ്ട്രക്ചർ ആൻഡ് ഗ്രോത്ത് ഓഫ് എക്കണോമി, അതായത് പോവർട്ടി, സർപ്ലസ്, പിന്നെ അൺഈവൻനെസ്. 8 വരുന്നത് ലെജിസ്ലേച്ചർ, 9 ബ്യൂറോക്രസി ആൻഡ് പോലീസ് ആൻഡ് ആർമി, 10 ലീഗൽ സിസ്റ്റം ആൻഡ് ജുഡീഷ്യറി, 11 ഫെഡറലിസം, 12 ഡെവല്യൂഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, 13 വരുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ,
14 വർക്കേഴ്സ് ആൻഡ് പെസന്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. 15 മീഡിയ ആൻഡ് പബ്ലിക് പോളിസി. 16 ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് പോളിസി മേക്കിംഗ്. 17 ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, അതായത് കാസ്റ്റ്, റിലീജിയൻ, ലാംഗ്വേജ് ആൻഡ് എത്നിസിറ്റി. 18 വരുമ്പോൾ സിവിൽ സൊസൈറ്റീസ്, സോഷ്യൽ മൂവ്മെന്റ്സ്, NGOs ആൻഡ് വോളണ്ടറി ആക്ഷൻസ്. ബുക്ക് 2 ആയിട്ട് തിരിച്ചിരിക്കുന്നത് 19 വരുമ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. 20 വരുമ്പോൾ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്. 21 റീജിയണൽ ഇംബാലൻസസ്. 22 മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. 23 വരുമ്പോൾ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 24 എക്കണോമിക് റിഫോംസ് ആൻഡ് ഗ്ലോബലൈസേഷൻ. 25 റിലീജിയസ് പൊളിറ്റിക്സ്. 26 എത്നിസിറ്റി ആൻഡ് നാഷണൽ സ്റ്റേറ്റ്. 27 ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ആൻഡ് അസസ്മെന്റ്. ഇനി MPS 004 വരുമ്പോൾ, അതായത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഇഷ്യൂസ് ആൻഡ് ട്രെൻഡ്സിൽ വരുമ്പോൾ ബുക്ക് 1 ആദ്യത്തെ സബ് ടോപ്പിക് ആയിട്ട് വരുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, നാച്ചർ, സിഗ്നിഫിക്കൻസ് ആൻഡ് എവല്യൂഷൻ. 2 വരുമ്പോൾ കമ്പാരിറ്റീവ് അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്, സിസ്റ്റം, സ്ട്രക്ചറൽ പബ്ലിക് പോളിസി. 3 വരുമ്പോൾ കമ്പാരിറ്റീവ് അപ്രോച്ചസ്, പൊളിറ്റിക്കൽ എക്കണോമി, ഡിപെൻഡൻസി ആൻഡ് വേൾഡ് സിസ്റ്റംസ്. 4 വരുമ്പോൾ തിയറീസ് ഓഫ് സ്റ്റേറ്റ്. 5 വരുമ്പോൾ സ്റ്റേറ്റ് ഇൻ ഡെവലപ്പിംഗ് സൊസൈറ്റീസ്, അതായത് ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ എക്സ്പീരിയൻസസ്. 6 വരുമ്പോൾ സിവിൽ സൊസൈറ്റി ആൻഡ് ദ സ്റ്റേറ്റ്. 7 ഗ്ലോബലൈസേഷൻ ആൻഡ് ദി സ്റ്റേറ്റ്. 8 റീജിയണൽ ഇന്റഗ്രേഷൻ ആൻഡ് സ്റ്റേറ്റ്. 9 ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റേറ്റ്. 10 ട്രാൻസ്നാഷണൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആൻഡ് സ്റ്റേറ്റ്. 11 നാഷണലിസം അപ്രോച്ചസ്. 12 വരുമ്പോൾ ഫോംസ് ഓഫ് നാഷണലിസം ഏതാണെന്നും. 13 വരുമ്പോൾ കൊളോണിയലിസം ആൻഡ് ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ് ഏതൊക്കെയാണെന്നും. 14 നാഷണാലിറ്റി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ. 15 വരുമ്പോൾ സ്റ്റേറ്റ് ബിൽഡിംഗ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. അവിടെ വരെ നമ്മൾ എത്തിച്ചു നിൽക്കുന്നു. ഇനി ബുക്ക് 2 വരുമ്പോൾ തുടങ്ങുന്നത് 16 എത്നിസിറ്റി, പൊളിറ്റിക്സ് ആൻഡ് സ്റ്റേറ്റ് ആണ്. 17 വരുമ്പോൾ പൊളിറ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി ഐഡന്റിറ്റീസ്. 18 എത്നിക് മൂവ്മെന്റ്സ്. 19 പൊളിറ്റിക്കൽ regimes. 20 bureaucracy. 21 military in politics. 22 federalism patterns and trends. 23 parties and party system ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. 24 വരുമ്പോൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് ലോബിയിങ്. 25 പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. 26 ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്. 27 എൻവിയോൺമെന്റ്. 28 വരുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് പൊളിറ്റിക്സ്. 29 ഡീസെൻട്രലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. 13 ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് ഇയറിൽ വരുന്ന 4 പേപ്പേഴ്സ്, 4 കോർ പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ് ഡിവിഷൻസും ബ്ലോക്കുകളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പ്രോഗ്രാം കംപ്ലീഷന് വേണ്ടിയിട്ട് വാണി മാമിനെ വിളിക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഗ്രാം കംപ്ലീഷൻ ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അസൈൻമെന്റ്സ് ആണ്. പ്രോഗ്രാം കംപ്ലീഷന്റെ ഭാഗമായിട്ട് നമുക്ക് അസൈൻമെന്റ്സും അതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷനും ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അസൈൻമെന്റ്സ് ആണ്. അസൈൻമെന്റ്സ് യൂഷ്വലി നമുക്ക് ഒരെണ്ണമാണ്. ഒരു അക്കാഡമിക് ഇയറിൽ നമുക്ക് ഒരു അസൈൻമെന്റ്സ് വെച്ചാൽ മതി. പൊതുവെ അങ്ങനെയാണ്. പണ്ടത്തെ സിസ്റ്റത്തിലായിരുന്നു 2, 3 എണ്ണം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് നമുക്ക് ഒരു അക്കാഡമിക് ഇയറിൽ ഒരു അസൈൻമെന്റ്സ് വെച്ചാൽ മതി. അസൈൻമെന്റ്സ് നമുക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ടാവും. അസൈൻമെന്റ്സിൻ്റെത് പൊതുവെ ജൂലൈ 25 ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഇയർലി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അസൈൻമെന്റ്സ് വെക്കേണ്ട സമയം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിലാണ്. ഏപ്രിൽ 31 ആണ് ലാസ്റ്റ് ഡേറ്റ്. പക്ഷെ നിങ്ങൾക്ക് മാർച്ച് തൊട്ടേ അസൈൻമെന്റ്സ് എഴുതി വെക്കാവുന്നതാണ്. ഇപ്പൊ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ അസൈൻമെന്റ്സ് വെക്കുക. അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഷോർട്ട് കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ എസ്എ 20 മാർക്കിന്റെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് അസൈൻമെന്റ്സിൽ പൊതുവെ ചോദിക്കാറുള്ളത്. അസൈൻമെന്റ്സ് ഹാൻഡ് റിട്ടൺ ആണ്. തന്നിരിക്കുന്ന സ്റ്റഡി സെന്ററിൽ നിങ്ങൾ കൈകൊണ്ട് എഴുതി സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അസൈൻമെന്റ്സിന്റെ ജനറൽ റൂൾ എല്ലാം നിങ്ങളുടെ മെന്റർ അല്ലെങ്കിൽ LSC നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. ജനറൽ റൂൾ ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സ്റ്റഡി സെന്റേഴ്സിനനുസരിച്ച് വ്യത്യസ്തമായ റൂൾ ഫോളോ ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾ അതാണ് ഫോളോ ചെയ്യേണ്ടത്. കാരണം അസൈൻമെന്റ്സിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് സ്റ്റഡി സെന്റേഴ്സ് ആണ്.
അതുകൊണ്ട് തന്നെ സ്റ്റഡി സെന്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ വൺസ് അസൈൻമെന്റ്സ് എഴുതി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഒരു കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക. അസൈൻമെന്റ്സിന്റെ കോപ്പി കയ്യിൽ വെക്കുന്നത് കൊണ്ട് രണ്ട് ഉപകാരമാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മളുടെ ഫ്യൂച്ചർ റെഫറൻസിനായിട്ടും, രണ്ടാമത് ഇൻ കേസ് നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്കത് അവിടെ ചെന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ടില്ല എന്നൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു എവിഡൻസ് ആയിട്ട് കാണിക്കാം. രണ്ട്, ഈ അസൈൻമെന്റ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അസൈൻമെന്റിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ആഫ്റ്റർ സബ്മിറ്റിംഗ് അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റഡി സെന്ററിൽ നിന്നും ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് കൈപ്പറ്റേണ്ടതാണ്. അക്നോളജ്മെന്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത് അതൊരു പ്രിന്റഡ് കോപ്പി പേപ്പർ ആണ്. ചില സ്റ്റഡി സെന്ററിൽ അത് അവൈലബിൾ ആണ്, ചിലടത്ത് അവൈലബിൾ അല്ല. നിങ്ങൾ കയ്യിൽ അത് കരുതുക. അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അക്നോളജ്മെന്റ് റെസിപ്റ്റ് ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ കരുതുക. അതിനകത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സിന്റെ പ്രോഗ്രാം കോഡും നിങ്ങൾ ഏത് ദിവസമാണോ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത ആ ദിവസത്തെ ഡേറ്റ്, നിങ്ങളുടെ പേര്, എൻറോൾമെന്റ് നമ്പർ, ഇത്രയും കൃത്യമായി നിങ്ങൾ അതിൽ നോട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയി നിങ്ങളത് സൈനും സീലും നിർബന്ധമായിട്ടും വാങ്ങിക്കുക. ചില സ്റ്റഡി സെന്റേഴ്സ് അത് കൊടുക്കാറില്ല. ഇല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ തരുന്ന സെന്ററുകളിൽ നിന്ന് നിങ്ങൾ മസ്റ്റായിട്ടും അത് കൈപ്പറ്റുക. അതിനുശേഷം ജനറൽ റൂൾ അനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റി പറയുന്നത് ആഫ്റ്റർ 1 month വി ക്യാൻ കളക്ട് ദ അസൈൻമെന്റ് നമുക്ക് കളക്ട് ചെയ്യാം. ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് നമുക്ക് കളക്ട് ചെയ്യാം. 1 മാസത്തിനുള്ളിൽ നമ്മുടെ അസൈൻമെന്റ്സ് കറക്റ്റ് ചെയ്ത് സ്റ്റഡി സെന്റേഴ്സ് തരും എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. യൂഷ്വലി അത് പോസിബിൾ ആവാറില്ല. പക്ഷെ നമുക്ക് അങ്ങനെ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കറക്ഷൻ ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടുന്ന അസൈൻമെന്റ്സിനെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. ഈ അസൈൻമെന്റ്സ് കറക്ഷൻ ചെയ്യുന്നത് അതത് നമ്മുടെ സ്റ്റഡി സെന്ററിലെ കൗൺസിലേഴ്സ് ആണ്, അക്കാഡമിക് കൗൺസിലേഴ്സ് ആണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അവര് കറക്റ്റ് ചെയ്ത് നമ്മൾക്ക് തരുന്ന അസൈൻമെന്റ്സിനെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അസൈൻമെന്റ്സിന് നമുക്ക് പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. 100ൽ 40% ആണ് നമുക്ക് മിനിമം വേണ്ടത് ജയിക്കാനായിട്ട്. 100ൽ 40% മാർക്ക് നമുക്ക് മിനിമം വേണം. ഇൻ കേസ് നമുക്കത് മിനിമം മാർക്ക് ഇല്ല എങ്കിൽ നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കില്ല, നമുക്ക് ആ ഒരു സ്പെസിഫൈ ചെയ്തിരിക്കുന്ന 40% സ്കോർ നമുക്കില്ല എങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് എഴുതി നെക്സ്റ്റ് എക്സാം സൈക്കിളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് 40%-ന് മുകളിൽ സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് അതത് എക്സാംസ് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അസൈൻമെന്റ് എന്ന് പറയുന്നത് 1 ടൈം ആണ്. ഒരു വട്ടം നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്ത് പാസ്സായ പിന്നെ അത് റിപ്പീറ്റ് എഴുതേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അസൈൻമെന്റ്സിൽ നമുക്ക് മിനിമം 40% സ്കോർ കിട്ടിയാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് അസൈൻമെന്റ്സ് എഴുതുമ്പോൾ അത്രയും പ്രാധാന്യത്തോടെ കൊണ്ട് തന്നെ നിങ്ങൾ അസൈൻമെന്റ്സ് എഴുതുക. ലേൺ വൈസ് അസൈൻമെന്റ്സിന്റെ ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അത് അതേപോലെ കോപ്പി ചെയ്യേണ്ട, പക്ഷേ ഗൈഡായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ അസൈൻമെന്റ്സ് എത്രയും വേഗം വൃത്തിയായി കംപ്ലീറ്റ് ചെയ്ത് എഴുതേണ്ടതാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടേം എൻഡ് എക്സാമിനേഷന്റെ കാര്യങ്ങളാണ്. ടേം എൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വർഷാവസാനത്തിൽ നമുക്ക് നടത്തുന്ന എക്സാം ആണ് ടേം എൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ടേം എൻഡ് എക്സാമിനേഷൻ വർഷത്തിൽ 2 തവണയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ജൂണിലും ഡിസംബറിലുമായിട്ട്. ജൂലൈ 25 എൻറോൾ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ എക്സാം വരുന്നത് ജൂൺ 26 അടുത്ത വർഷം 2026 ജൂണിലായിരിക്കും എക്സാം വരുന്നുണ്ടാവുക. ജൂണിൽ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ മാർച്ചിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഏപ്രിൽ 31 മുമ്പായിട്ട് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അതേപോലെ ജൂണിലല്ല ഡിസംബറിലാണ് എക്സാം എഴുതുന്നത്. ജൂണിൽ എക്സാം എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഡിസംബറിൽ എഴുതുക എന്നുള്ളതാണ്. ഡിസംബറിൽ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഒക്ടോബർ 31 മുമ്പായിട്ട് അസൈൻമെന്റ്സ് വെക്കണം, ഡിസംബറിൽ എക്സാം എഴുതണം. ഇതാണ് അതിന്റെ എക്സാക്ട് ഡേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ വൈവ ഓസി പ്രാക്ടിക്കൽ ഉള്ള പ്രോഗ്രാംസിനാണ് വൈവയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. നമുക്ക് പ്രാക്ടിക്കലോ ഇന്റേൺഷിപ്പോ ഒന്നും വരുന്നില്ല. പിന്നുള്ളത് നമ്മളുടെ എക്സാമിന്റെ മിനിമം പെർസെൻറ്റേജ് ആണ്. അസൈൻമെന്റിന്റെ കൂട്ട് തന്നെ ടേം ആൻഡ് എക്സാമിനേഷന് നമുക്ക് മിനിമം വേണ്ടത് 40% ആണ്. 100ൽ 40 മാർക്കാണ്. ഇൻ കേസ് നിങ്ങൾക്ക് 100ൽ 40 മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റീഅപ്പിയർ ചെയ്യാം. ഇപ്പൊ ജൂണിലെ എക്സാമിന് കിട്ടിയില്ല, 35, 36 സ്കോർ ആണെന്നുണ്ടെങ്കിൽ ഡിസംബറിൽ എഗെയിൻ എക്സാമിന് രജിസ്റ്റർ ചെയ്ത് ഡിസംബറിൽ എക്സാം എഴുതി 40ന് മുകളിൽ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും.
5 വർഷത്തിനിടയിൽ 5 വർഷം ടൈം പീരീഡ് പറയുന്നെങ്കിൽ നമുക്ക് 2 വർഷമേ ഉള്ളൂ. PG ആണ്. PG കോഴ്സുകൾക്ക് 5 വർഷം ടൈം പോകില്ല. നമുക്ക് 2 തൊട്ട് 4 വർഷം വരെയാണ് ടൈം പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിവതും 2 വർഷത്തിനുള്ളിൽ തന്നെ അത് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കും. അടുത്തത് ഫൈനൽ റിസൾട്ട് ആണ്. ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ പറയുന്നത് അതിന്റെ അസൈൻമെന്റ്സിന്റെയും ടേം ആൻഡ് എക്സാമിനേഷന്റെയും കൂടെ അഗ്രിഗേറ്റ് സ്കോർ എടുത്തിട്ടാണ്. അസൈൻമെന്റിന് എത്രയാണോ 100-ൽ നമുക്ക് കിട്ടുന്നത് അതിന്റെ 30%, ടേം എൻഡ് എക്സാമിനേഷന് നമുക്ക് 100-ൽ എത്രയാണോ കിട്ടുന്നത് അതിന്റെ 70% കൂടെ കണക്കാക്കിയിട്ടാണ് ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോർ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നമുക്ക് 100-ല് എഴുതുന്ന പരീക്ഷയ്ക്ക് നമുക്ക് 100-ൽ ഒരു 80 മാർക്ക് കിട്ടിയെങ്കിൽ 80-ന്റെ 70%, അസൈൻമെന്റ്സിന് 100-ൽ 95 സ്കോർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 95-ന്റെ 30% കൂടി എടുത്തിട്ടായിരിക്കും ആ ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോർ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അസൈൻമെന്റ്സിന് അതുപോലെ പ്രാധാന്യമുണ്ട് ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ സ്കോറിങ്ങിന്. പിന്നീടുള്ളത് മാപ്പിംഗ് ആണ്. ലേൺ ബേസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് ഓൺ ബോർഡിംഗ് തൊട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. എഗെയിൻ നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ലേൺ ബേസിന്റെ ആപ്ലിക്കേഷനകത്ത് നമ്മൾ കണ്ടന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിസോഴ്സസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? റെക്കോർഡഡ് വേർഷനിലാണ്. റെക്കോർഡ് ചെയ്ത വീഡിയോസും അതേപോലെ തന്നെ റെക്കോർഡ് ആയിട്ടുള്ള ലെക്ചർ നോട്ട്സും ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഹെൽപ്പ് ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട് SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ടെക്സ്റ്റ് ബുക്കിന്റെ സോഫ്റ്റ് കോപ്പിയാണ് SLM എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഒന്നും നമുക്ക് ടെക്സ്റ്റ് കിട്ടത്തില്ല. മിനിമം ഒരു 4 മാസം, 2 തൊട്ട് 4 മാസം വരെയൊക്കെ സമയം എടുക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടാനായിട്ട്. ഇൻ ബിറ്റ്വീൻ ടൈം പീരീഡിൽ നമുക്ക് പോർഷൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യണം. ടെക്സ്റ്റിന്റെ അതേ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് SLM റെഫർ ചെയ്യാം. കൂടാതെ ജോലിക്കിടയിലും വേറെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഹാർഡ് കോപ്പി കയ്യിൽ കൊണ്ട് നടക്കണ്ട. ലേൺ ബേസിന്റെ ആപ്ലിക്കേഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന SLMs റെഫർ ചെയ്താൽ ടെക്സ്റ്റിന്റെ അതേ ഫേസ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. പിന്നീടുള്ളത് എക്സാം പീഡിയ ആണ്. എക്സാം പീഡിയ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന യൂണിറ്റ് വൈസ് ആണ് ലേൺ ബേസിനകത്ത് റെക്കോർഡഡ് സെഷൻസ് എല്ലാം തരുന്നത്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ യൂണിറ്റിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, എക്സാംസിൽ പ്രീവിയസ് ഇയർ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും തരുന്നതാണ് എക്സാം പീഡിയ എന്ന് പറയുന്നത്. എക്സാം പീഡിയക്കകത്ത് ആൻസറും ക്വസ്റ്റ്യനും അവൈലബിൾ ആയിരിക്കും. അതേപോലെ അടുത്തത് ഫാസ്റ്റ് ട്രാക്ക് പാത്ത് ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം പീരീഡിൽ എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. ലിമിറ്റഡ് ടൈമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അത് മാക്സിമം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ എങ്ങനെ പോസിബിൾ ആക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നമുക്ക് വളരെ തിരക്കുള്ള വീക്കൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത ലെക്ചേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, വീഡിയോസ് ആണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും. അപ്പൊ നമ്മളത് കാണുമ്പോൾ ഈസി ആയിട്ട് ചെയ്യേണ്ട ഒരു വേ എന്ന് പറയുന്നത് 1.25 എന്ന് പറയുന്ന സ്പീഡ് ലിമിറ്റിൽ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോസ് ഒക്കെ 1.25 എന്ന് പറയുന്ന സ്പീഡ് ലിമിറ്റിൽ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ SLM ഒക്കെ ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ നമുക്ക് സമയം ഇല്ല എങ്കിൽ നമ്മളുടെ ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞ എക്സാം പീഡിയ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ PYQ റെഫർ ചെയ്യാം. കാരണം ജോലിയുണ്ട്, ജോലിക്കിടയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഡെയിലി റൂട്ടീനിൽ നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്നില്ല. ആഴ്ച ഒരു ദിവസമൊക്കെയാണ് പഠിക്കാൻ കിട്ടുന്നതെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ 1.25 വീഡിയോ റെക്കോർഡിങ്ങിന്റെ സ്പീഡ് ലിമിറ്റ് മാറ്റിയിട്ട് നിങ്ങൾ എക്സാം പീഡിയയും ഹെൽപ്പ് ബുക്കും നോക്കുക. കംപ്ലീറ്റ് ആയിട്ട് എക്സാം പീഡിയയും ഹെൽപ്പ് ബുക്കും റെഫർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ആ ഒരു സബ്ജക്റ്റ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തത് ഈസിയസ്റ്റ് നമുക്ക് ഹെൽപ്പ് ബുക്ക്. ഹെൽപ്പ് ബുക്ക് എന്ന് പറയുമ്പോൾ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഒരു 1 അവർ ലെങ്തിലുള്ള ക്ലാസ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവുന്നത്. അതിന്റെ SLMൽ ഇൻഡെപ്ത് ആയിട്ട് പോർഷൻസ് പറഞ്ഞു പോകുന്നുണ്ടായിരിക്കാം. മേ ബി നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ സമയങ്ങളിൽ നമ്മൾ മസ്റ്റായിട്ട് നോക്കേണ്ടതാണ് ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത്. ഹെൽപ്പ് ബുക്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ തന്നെയാണ്, വളരെ കളർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കുന്ന രീതിയിലല്ല നോട്ട്സ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മെമ്മറിയിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ തന്നിട്ടുള്ളത്. ഹെൽപ്പ് ബുക്കിൽ ഡയഗ്രാംസും ഫ്ലോ ചാർട്ടും ഒക്കെ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ബുക്ക് മസ്റ്റായിട്ടും റെഫർ ചെയ്ത് പോവുക. വീഡിയോ റെക്കോർഡ് കണ്ടതിന് ശേഷം ഹെൽപ്പ് ബുക്ക് മസ്റ്റായിട്ട് റെഫർ ചെയ്ത് പോവുക. കൂടുതലായിട്ട് കാര്യങ്ങൾ ഇച്ചിലൂടെ എക്സാം ബേസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ IGNOU എക്സാം സ്പെഷ്യൽ ഗൈഡും ഫോളോ ചെയ്യുക. പിന്നുള്ളത് എന്താണ്, റെക്കോർഡ് ലെക്ചേഴ്സിന്റെ കാര്യങ്ങളാണ്.
ഏതൊക്കെ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം, വീഡിയോ ലെക്ചർ ക്ലാസ് കാണുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്കൊരു പോർഷൻസ് കണ്ടു, അത് എഗെയിൻ നമുക്കതിൽ ഇച്ചിരൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് റിവൈൻഡ് അടിക്കുക അല്ലെങ്കിൽ റിവൈസ് അടിക്കുക. നമ്മൾക്ക് മനസ്സിലാവേണ്ട യൂണിറ്റ് അല്ലെങ്കിൽ എഗെയിൻ മനസ്സിലാക്കണം, ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 1.25 എന്ന് പറയുന്ന സ്പീഡ് ലിമിറ്റിൽ കാണുകയാണ്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പോസ് ചെയ്ത് വെക്കുക. പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്ററോട് ചോദിക്കാം, അല്ലെങ്കിൽ വിത്ത് മെന്റർ പാക്കേജ് എടുത്ത സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങളുടെ മെന്ററോട് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ലൈവ് റിവിഷൻസ്, മെന്റർഷിപ്പിലുള്ള സ്റ്റുഡൻസിന് ലൈവ് റിവിഷൻസ് അവൈലബിൾ ആണ്. ആ ടൈമിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാം. അതല്ലാതെ വിത്തൗട്ട് മെന്ററിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്ജക്ട് ബേസ്ഡ് ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ആപ്ലിക്കേഷൻ ബേസ്ഡ് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ LSA കണക്ട് ചെയ്തും നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നീടുള്ളത് ഹെൽപ്പ് ബുക്കിന്റെ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പം ഒരു ബിസി സ്കെഡ്യൂൾ ഉള്ള ഒരു ലൈഫ് ആണെന്നുണ്ടെങ്കിൽ SLM-ഉം വീഡിയോസും ഒന്നും ഫുള്ളായിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ ഒരു ടൈം ആണെങ്കിൽ പോലും നിങ്ങൾ മസ്റ്റായിട്ടും കീപ്പ് ഇൻ ടച്ചിൽ പോവേണ്ട കാര്യമാണ് ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത്. ഓരോ യൂണിറ്റിന്റെയും ഹെൽപ്പ് ബുക്ക് മസ്റ്റായിട്ടും റെഫർ ചെയ്ത് പോവാം. ഹെൽപ്പ് ബുക്കിൽ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ മസ്റ്റായിട്ടും ടച്ച് ചെയ്ത് പോകേണ്ട പോർഷൻസ് അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഹെൽപ്പ് ബുക്ക് നോക്കുക, ഫ്ലോ ചാർട്ടും ഡയഗ്രാംസും ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വെച്ച് പോവുകയാണെങ്കിൽ പോലും നമുക്ക് പരീക്ഷയെ വളരെ ഈസി ആയിട്ട് തന്നെ ഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അടുത്തത് എക്സാം സ്പെഷ്യൽ ഗൈഡാണ്. ഇഗ്നു എക്സാം സ്പെഷ്യൽ ഗൈഡിനകത്ത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ആ ഒരു പർട്ടിക്കുലർ പോർഷൻസിൽ നിന്ന് അല്ലെ പർട്ടിക്കുലർ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ എക്സാം സ്പെഷ്യൽ ഗൈഡിൽ പറയുന്നത്. അപ്പൊ ആ ഒരു എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ ആണ്. പൊതുവെ സ്റ്റുഡൻസിന്റെ ഡൗട്ട് വരും, ഇഗ്നുവിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിന് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളത് യൂഷ്വലി സ്റ്റുഡൻസ് നമ്മൾക്ക് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നൊരു ഡെമോയാണ് നമ്മൾ അവിടെ തന്നിട്ടുള്ളത്. അത് അതേപടി പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. നിങ്ങൾക്ക് ഇഗ്നുവിന്റെ എക്സാം സ്പെഷ്യൽ ഗൈഡ് റെഫർ ചെയ്യാം. അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നോട്ട്സ് കൊടുത്തിട്ടുള്ളത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു 3 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാമിൽ എഴുതാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അതിനെ അതേ രീതിയിൽ കോപ്പി ചെയ്യാതെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒരു 3-4 പേജ് വരുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ആ ഒരു രീതിയിൽ എഴുതി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴേ നോക്കുക, ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീടുള്ളത് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ആണ്. ലേൺ വൈസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അസൈൻമെന്റ്സിന്റെ ഗൈഡ് ബുക്ക് തരുന്നുണ്ട്. അത് വിത്ത് മെന്ററും വിത്തൗട്ട് മെന്റർ സ്റ്റുഡൻസിനും അവൈലബിൾ ആണ്. നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് നിങ്ങളുടെ സെമിസ്റ്റർ വൈസ് അല്ലെങ്കിൽ ഇയർലി വൈസ് സബ്ജക്റ്റിന്റെ താഴെ അസൈൻമെന്റിന്റെ ഒരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ 2 ഫോൾഡറിലായിട്ട് അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസും അസൈൻമെന്റിന്റെ ആൻസേഴ്സും അവൈലബിൾ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വാലിഡിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നിങ്ങൾക്ക് എടുത്ത് എഴുതാവുന്നതാണ്. അസൈൻമെന്റിന്റെ ഗൈഡ് ബുക്ക് ആണ് നമ്മൾ തരുന്നത്. കറക്റ്റ് ആൻസർ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് കോപ്പി ചെയ്യാതെ അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. പല ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. അതല്ല വേറെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റും ഗൈഡ് ബുക്കും ഒക്കെ റെഫറൽ ടെസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എഴുതാവുന്നതാണ്. പക്ഷെ ഗൈഡ് ബുക്ക് കോപ്പി ചെയ്യാതെ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. വിത്ത് മെന്റൽ പാക്കേജിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് അസൈൻമെന്റ്സ് എഴുതുന്നതിൽ ആൻസേഴ്സിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്ററെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അസൈൻമെന്റിന്റെ ഫോർമാറ്റ് എങ്ങനെ എഴുതണം, ഏതെങ്കിലും രീതി കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ 2 പേരെയും വിത്തൗട്ട് മെന്ററെ അതായത് വിത്ത് മെന്റർ പാക്കേജ് എടുത്തവർക്കും വിത്തൗട്ട് മെന്റർ പാക്കേജ് എടുത്ത സ്റ്റുഡൻസിനും LSA മെന്ററെയും കണക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് PYQ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഇത് എക്സാം ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ തരുന്നതാണ്. എക്സാമിന്റെ ആ ഒരു ടൈം പീരീഡിലേക്ക് തരുന്നതാണ്. ലാസ്റ്റ് ടൈം ലേണിംഗ് ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് PYQ കൂടുതലായിട്ടും ഹെൽപ്ഫുൾ ആവുന്നത്. കാരണം നമുക്ക് അവസാന തത്രപ്പാടുണ്ടല്ലോ പരീക്ഷയുടെ സമയത്ത്. ആ ടൈമിൽ ഏതാണ് പഠിക്കേണ്ടത്, ഏതാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ആ ഒരു ടൈമിൽ ഈ ഒരു PYQ കണ്ടിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് ഒരു ഐഡിയ കിട്ടും. ഏത് പോർഷൻസ് ആണ് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏത് പോർഷൻസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള മാർക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ PYQ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ലൈവ് സെഷൻസ് ആണ്. ലൈവ് സെഷൻസ് എപ്പോഴും വിത്ത് മെന്റർ പാക്കേജിലുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് അവൈലബിൾ ആവുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ലൈവ് സെഷൻസ് വരുന്നത്. സബ്ജക്ട് എക്സ്പേർട്സ് ആണ് ലൈവ് സെഷൻസ് എടുക്കുന്നുണ്ടാവുക. പോർഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് ലൈവ് സെഷൻസിൽ ചോദിക്കാം, അല്ല എങ്കിൽ നിങ്ങളുടെ മെൻറ്ററോട് ചോദിക്കാം. ലൈവ് സെഷൻസ് മൺഡേ ടു സാറ്റർഡേ ഇൻ ബിറ്റ്വീൻ 7 to 9 1 hour സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് നേരത്തെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം മെൻറ്റർ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ടൈം ടേബിൾ ലേൺ വൈസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ബാച്ചസിനും വിത്ത് മെൻറ്റർ സ്റ്റുഡൻസിന്. ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക. അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ലേൺ വൈസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ സപ്പോർട്ട് സിസ്റ്റം ആണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഇഗ്നുവിന്റെ മോഡൽ എക്സാംസ് ആണ്. ലേൺ വൈസ് സ്റ്റുഡൻസിന് മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സബ്ജക്ട്, ഒരു പ്രോഗ്രാമിൽ നിന്നും ഒരു സബ്ജക്ട് സെലക്ട് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയുടെ അതേ രീതിയിൽ തന്നെ 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്കിന്റെ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വെർച്വലി ആണെങ്കിലും 3 മണിക്കൂർ തന്നെ നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് സ്റ്റുഡൻസിന് ഫസ്റ്റ് ആയിട്ട് ഇഗ്നു എക്സാംസിന് അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തുമാത്രം നമുക്ക് എഴുതാൻ സാധിക്കും 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ 3 മണിക്കൂർ കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ എക്സാമിന് യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് ഫേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷന്റെ ഹെൽപ്പ് ഡെസ്ക് ആണ്. എക്സാമിന് രജിസ്ട്രേഷന്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ലേൺ വൈസ് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്നതായിരിക്കും എക്സാം രജിസ്ട്രേഷന്റെ കാര്യത്തിലെല്ലാം. പിന്നെ ഹാപ്പിനെസ് അംബാസഡർ സെഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ കൗൺസിലിംഗ് സെഷൻസ് ആണ്. ലേൺ വൈസ് നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് സെഷൻസ്, ഒരു അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കൗൺസിലിംഗ് സെഷൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സ്ലോട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ വെണ്ടറെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് അംബാസഡറിന്റെ സെഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. പഠന സമയത്ത് നമുക്ക് ടെൻഷനും സ്ട്രെയിനും ഒക്കെ ഉണ്ടാവും. പരീക്ഷയുടെ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നതാണ് കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ. ഫ്രീ ആയിട്ട് തന്നെ ലാംഗ്വേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ബുദ്ധിമുട്ടുള്ള ഇല്ലാത്തവരായിട്ട് അങ്ങനെ അധികം ആരും ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാനായിട്ട് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോംപ്ലിമെന്ററി കോഴ്സ് ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് അത് അവൈലബിൾ ആണ്. ബേസിക് ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും റെക്കോർഡഡ് ആണ്, നിങ്ങൾക്ക് ഓരോന്നും എടുത്ത് കാണാവുന്നതാണ്. പിന്നെ കരിക്കുലർ ഈവന്റ്സും കാര്യങ്ങളും എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേയുടെ ക്വിസ് കോമ്പറ്റീഷൻ. അതേപോലെ ഓരോ സ്പെഷ്യൽ ഡേയിൽ നമുക്ക് ഈവന്റ്സ് വെച്ച് നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റുഡൻസിന്റെ സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇനിഷ്യേറ്റീവ്സും ലേൺ വൈസ് എടുക്കാറുണ്ട്. ദെൻ ടൈം ടേബിൾ ആണ്. അപ്പൊ വിത്ത് മെന്റർ പാക്കേജിലുള്ള സ്റ്റുഡൻസിന്റെ ലൈവ് റിവിഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് റിവിഷൻസ് പിന്നെ കൂടാതെ തന്നെ വെർച്വലി നമ്മൾ പഠിക്കുന്നത് കൊണ്ട്, അല്ല ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഏത് സബ്ജക്ട് തുടങ്ങണം, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ടൈം ടേബിൾ ഒന്ന് നോക്കാം. അപ്പൊ ഈ കാണുന്നത് MA പൊളിറ്റിക്കൽ സയൻസിന്റെ ഫസ്റ്റ് ഇയറിലെ ടൈം ടേബിൾ ആണ്. ഇതിനകത്ത് ടൈം ടേബിൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഓഗസ്റ്റ് 13 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങണം എന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് 13 സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ ഇഷ്യൂ ആൻഡ് ട്രെൻഡ്സ് MPS 004 എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓഗസ്റ്റ് 13 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സബ്ജക്ട് നമ്മൾ ലെസൺ 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും പഠിക്കേണ്ട, അത് കാണേണ്ട വീഡിയോസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് നമുക്ക് ഫസ്റ്റ് ഈ ഒരു സബ്ജക്ട് എൻഡ് ചെയ്യുന്നത് ഏതാണ്, സെപ്റ്റംബർ ലാസ്റ്റിലേക്കാണ് ഈ ഒരു സബ്ജക്ട് തീരുന്നത്. അപ്പൊ ഫസ്റ്റ് ഈ ഒരു സബ്ജക്ട് തീർന്നതിന് ശേഷമായിരിക്കും അടുത്ത സബ്ജക്ട് നമുക്ക് വരുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ലൈവ് സെഷൻസ് നമ്മൾ ബ്ലോക്ക് 1ന്റെ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക ഒക്ടോബറിലായിരിക്കും. ഒക്ടോബർ ആ ഒരു ടൈമിലേക്കായിരിക്കും നമ്മൾ ബ്ലോക്ക് 1ന്റെ ലൈവ് സെഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഓഗസ്റ്റ് 13 സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ ഈ തന്നിരിക്കുന്ന ഡേറ്റിൽ ഏതെങ്കിലും ദിവസമൊക്കെ നമുക്ക് ലെസൺ 1, 2, 3യുടെ ഒരു ലൈവ് സെഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ലൈവ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. എന്നാണ് ലൈവ് സെഷൻസ്, അതിന്റെ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് മെന്റർ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മിനിമം ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരുന്നുണ്ടായിരിക്കും.
അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഓഗസ്റ്റ് 13 സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് ഒക്ടോബറിലേക്കേ തീരത്തുള്ളൂ. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആ ടൈം പീരീഡിനുള്ളിൽ നമ്മുടെ ലൈവ് സെഷൻസും നിങ്ങൾക്ക് വെക്കുന്നുണ്ടായിരിക്കും. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ആക്ഷൻ ടാസ്ക് ആണ്. ഓരോ സെഷൻസ് കഴിയുന്തോറും നമുക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ട്. അപ്പൊ ആക്ഷൻ ടാസ്കിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ മെന്ററായിട്ടുള്ള അമീന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു. അപ്പൊ മാം നമ്മളടുത്ത് ടൈം ടേബിൾ പറഞ്ഞിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. കുറെ ഇങ്ങനെ സിലബസും ബ്ലോക്കൊക്കെ കാണുമ്പോൾ അതിന് ടെൻഷൻ വേണ്ട. നമ്മൾ ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് പഠിച്ചു പോയാൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ കവർ ചെയ്ത് കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ഷൻ ടാസ്ക്. ആക്ഷൻ ടാസ്കിന്റെ ലിങ്ക് ഇത് കഴിയുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ എന്താണ് ആ ലിങ്കിന്റെ ഉള്ളിലുള്ളത് എന്ന് ഞാൻ ചുരുക്കി പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആദ്യം നിങ്ങളുടെ ഫുൾ നെയിം ആണ് കൊടുക്കേണ്ടത്. ഫുൾ നെയിം എന്താണ് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. അതുപോലെ എൻറോൾഡ് ഇഗ്നു പ്രോഗ്രാം, ഏത് പ്രോഗ്രാം ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ MPS ആണ്, MA പൊളിറ്റിക്സ് ആണ്. അപ്പൊ MA പൊളിറ്റിക്കൽ സയൻസ് എന്ന് കൊടുക്കുക. അസൈൻഡ് മെന്റർ ഓർ LSC നെയിം, നിങ്ങളുടെ മെന്ററിന്റെ അല്ലെങ്കിൽ LSCയുടെ നെയിം ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ റാങ്ക് ഓൾ യുവർ ഫസ്റ്റ് ഇയർ കോഴ്സസ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ കോഴ്സസ് കണ്ടു. അപ്പൊ അതിനെ നമ്മളൊന്ന് റാങ്കിങ് ചെയ്യാൻ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്, ഏറ്റവും കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയതിനെ നമ്മൾ ഏറ്റവും ലാസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ റാങ്കിങ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്, കുറച്ച് ഇഷ്ടമായത് ഏതാ, കൂടുതൽ ഇഷ്ടമായത് ഏതാ, തീരെ ഇഷ്ടമാവാത്തത് ഏതാന്നുള്ള രീതിയിൽ റാങ്ക് 1, റാങ്ക് 2, റാങ്ക് 3 എന്നുള്ള രീതിയിൽ റാങ്കിങ് ചെയ്യാം. ആൻഡ് നമ്മളത് റാങ്കിങ് ചെയ്തതിന് ശേഷം യുവർ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സ്, അതായത് അതിൽ തന്നെ നമ്മൾ ഒന്നാമത്തെ റാങ്ക് കൊടുത്ത ഒരു കോഴ്സ് ഉണ്ടായിരിക്കും, ഒരു സബ്ജക്ട് ഉണ്ടായിരിക്കും. ഇത് എനിക്ക് കൊള്ളാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ റാങ്ക് 1 കൊണ്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് റാങ്ക് 1 കൊടുത്തിരിക്കുന്നത്? അപ്പൊ കേട്ടിട്ട് നിങ്ങൾക്ക് അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അത് റാങ്ക് 1 കൊണ്ടുവച്ചേക്കുന്നത് എന്ന് പറയാം. ഓക്കെ, യുവർ ലീസ്റ്റ് ഇൻട്രസ്റ്റ് കോഴ്സ് റീസൺ. ഇനി റാങ്ക് 6 വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് റാങ്ക് 6 ആയത്? ആ സബ്ജക്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല എന്നോ അല്ലെങ്കിൽ കുറച്ച് കുഴപ്പം പിടിച്ച് എഴുതിയിട്ട് തോന്നിയെന്നോ അങ്ങനെയുള്ള റീസൺ കൊണ്ടാവുമല്ലോ നമ്മളത് റാങ്ക് 6 കൊണ്ടിടുന്നത്. അപ്പൊ അത് യുവർ ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സ് റീസൺ എന്നുള്ളത് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എന്തിനാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ റാങ്കിങ്? സബ്ജക്റ്റുകൾ പഠിച്ചു തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയുക. അതിന് മുന്നേ ഇങ്ങനെ റാങ്കിങ്ങിന്റെ ആവശ്യമുണ്ടോ എന്ന് ഒരു സംശയം വന്നേക്കാം. ഇപ്പൊ നമ്മൾ സിലബസ് ഡീകോഡ് ചെയ്തപ്പോൾ കേട്ടത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, അതായത് നിങ്ങളുടെ സബ്ജക്റ്റുകളോടുള്ള നിങ്ങളുടെ ആദ്യത്തെ ഇംപ്രഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ പഠിച്ചു തുടങ്ങുമ്പോൾ ഇത് മാറും, ചിലപ്പോൾ മാറില്ലായിരിക്കാം. ഇപ്പൊ എന്താണ് തോന്നുന്നത് അതാണ് സിലബസ് ഡീകോഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി യുവർ ലേണിംഗ് ഇന്റൻഷൻ എന്താണ്, നിങ്ങളുടെ ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നതിനുള്ള ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സിലബസ് കേട്ടിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം എന്തൊക്കെയാണ് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, വായിക്കാം. ഐ ജസ്റ്റ് വാണ്ട് ടു കംപ്ലീറ്റ് മൈ ഡിഗ്രി ഓർ PG ബൈ കവറിംഗ് ഓൾ കോഴ്സസ്. എന്റെ കോഴ്സസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എനിക്കൊരു ഡിഗ്രി വേണം അല്ലെങ്കിൽ ഒരു PG വേണം. ഇപ്പൊ PG ആണല്ലോ, PG വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്തത് എന്നുള്ളതെങ്കിൽ ആദ്യത്തേതിൽ ടിക്ക് കൊടുക്കുക. രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ ഐ വാണ്ട് ടു ഫിനിഷ് വിത്ത് ദ ബെസ്റ്റ് മാർക്സ് ഐ ക്യാൻ ടു സ്ട്രെങ്തൻ മൈ നോളജ് ആൻഡ് പ്രൊഫൈൽ. എന്റെ പ്രൊഫൈലിനെ കുറച്ചും കൂടിയും സ്ട്രെങ്തൻ ചെയ്യാൻ, എന്റെ നോളജ് കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ മാർക്ക് എന്താ പറയാ, എന്റെ ബെസ്റ്റ് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല മാർക്ക് വാങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്തതെങ്കിൽ രണ്ടാമത്തേതിൽ ക്ലിക്ക് ചെയ്യാം. മൂന്നാമത്തേതിലേക്ക് വരുമ്പോൾ ബിയോണ്ട് മാർക്സ് ഐ വാണ്ട് ടു ലേൺ ഡീപ്ലി ഇൻ ദ കോഴ്സസ് ഐ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ടു ബിൽഡ് നോളജ് ആൻഡ് സെൽഫ് എസ്റ്റീം. മാർക്കിനൊക്കെ അപ്പുറത്ത് ഈ ഒരു കോഴ്സിന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്റെ നോളജ് വർദ്ധിപ്പിക്കുന്നതിനും സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ കോഴ്സ് എടുത്ത് പഠിക്കണം എന്നുള്ള എന്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തതെങ്കിൽ മൂന്നാമത്തേതിൽ ടിക്ക് ചെയ്യാം. ഇനി നാലാമത്തേത് വരുമ്പോൾ ഐ വാണ്ട് ടു സിൻസിയർലി ലേൺ ആൻഡ് സ്കോർ ആസ് എ ഗുഡ് മാർക്സ് ആസ് എ പോസിബിൾ ഫോർ മീ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം എന്നുള്ളതെങ്കിൽ ഇതിൽ നാലാമത്തേതിൽ ക്ലിക്ക് ചെയ്യുക. അഞ്ചാമത്തേത് വരുമ്പോൾ ഐ വാണ്ട് ടു പാസ് കംഫർട്ടബിളി വിത്തൗട്ട് സ്ട്രെസ്. എനിക്ക് ഒത്തിരി വലിയ സ്ട്രെസ് ഉള്ള ഒരു സബ്ജക്റ്റ് ഒന്നും എടുത്ത് പഠിക്കാണ്ട് പാസ്സായി പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഐ വാണ്ട് ടു റാങ്ക്
ഡിസ്റ്റിങ്ഷൻ ഓർ ഫസ്റ്റ് ക്ലാസ് ഇഫ് പോസിബിൾ ആണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ എനിക്ക് റാങ്ക് മേടിക്കണം, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാവണം, ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തതെന്നെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഐ ആം പ്രിപ്പയറിംഗ് ഫോർ എൻട്രൻസസ് ഓർ ഹയർ സ്റ്റഡീസ് ആൻഡ് വിൽ അലൈൻ മൈ സ്റ്റഡി വിത്ത് ദാറ്റ്. അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ വേറെ എന്തെങ്കിലുമൊക്കെ ബിസി ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഡിസ്റ്റന്റ് ആയിട്ട് ഇത് എടുത്തിട്ടുണ്ടാവുക, ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ഓർ PG എടുക്കുന്നുണ്ടാവുക. അപ്പൊ ഞാൻ എൻട്രൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്, ഡിസ്റ്റന്റ് ആയിട്ട് ഈ കോഴ്സ് തന്നെ എടുത്തത് എന്നുള്ളതാണെങ്കിൽ ലാസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതൊന്നുമല്ല നിങ്ങളെ കാരണമെങ്കിൽ അതേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അതിന്റെ റീസൺ എഴുതുക, എന്താണ് നിങ്ങൾ എടുത്തതിന്റെ റീസൺ എന്ന് എഴുതുക. ഇനി വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് ഐ വിൽ ഫോളോ, അതായത് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിവസം, അതായത് നിങ്ങൾ പഠിക്കുന്ന രീതി എങ്ങനെയാണ്, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് വീക്ക് ഡേ മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ 30 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ പഠിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ വീക്ക് ഡേ ഈവനിങ് ഓർ നൈറ്റ്, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ രാത്രി, അതായത് രാത്രിയാണ് ഒരു 30 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ഞാൻ പഠിക്കാൻ എടുക്കാറ്. അതെല്ലാം ഞാൻ ഡെയിലി പഠിക്കാറില്ല, സാറ്റർഡേ മാത്രം, അതായത് ശനിയാഴ്ചകളിൽ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. സൺഡേയിലാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഷോർട്ട് ഡെയിലി സ്ലോട്ട്, അപ്പൊ എനിക്ക് ഒത്തിരി നേരം ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, ദിവസേന ഞാനൊരു 30 മിനിറ്റ് വെച്ചിട്ട് പഠിക്കുന്ന, അല്ലെങ്കിൽ 30-ൽ കുറവ് മിനിറ്റ് വെച്ച് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ലാസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അതേഴ്സ്, ഇതൊന്നുമല്ല എങ്കിൽ എന്ത് ചെയ്യുക, അതേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെ സമയത്താണ് നിങ്ങൾ പഠിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ പഠനത്തിന്റെ രീതി എന്നുള്ളത് അവിടെ കൊടുക്കുക. ഇനി ഇപ്പൊ നമ്മൾ ഒത്തിരി സെഷൻസ് അറ്റൻഡ് ചെയ്തു അല്ലെ, ഓറിയന്റേഷൻ സെഷൻസ്, ഒത്തിരി സെഷൻസ് ആയി, ഐസ് ബ്രേക്കിംഗ്, അതുപോലെ സിലബസ് ഡീകോഡിങ്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതുവരെ ഇതിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കോൺഫിഡൻസ് ലെവലും ഇപ്പൊ നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് ലെവലും നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒരു റാങ്കിങ് കൊടുക്കാം. അതായത് ഇപ്പൊ ഫസ്റ്റിൽ വെക്കുമ്പോൾ അതിനർത്ഥം ഏറ്റവും ഫസ്റ്റ് എന്നുള്ളതല്ല, ഫസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത് ഏറ്റവും ലോ ആയിട്ടുള്ള കോൺഫിഡൻസ് ലെവൽ എന്നും 5 ഏറ്റവും ഹൈ ആയിട്ടുള്ളത്, അതായത് 5th കൊണ്ട് ചെല്ലുമ്പോഴാണ് ഏറ്റവും ഹൈ ആയിട്ടുള്ള കോൺഫിഡൻസ് ലെവല് എത്തി നിൽക്കുന്നതുമാണെന്നാണ് ഇതില് കോൺഫിഡൻസ് ലെവലിലെ ഈ ഒരു ടാബിൽ കാണിക്കുന്നത്. അപ്പൊ അത് ഏതാണ് നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾ റാങ്കിങ് ചെയ്യാൻ സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ സെഷൻ 4 നിങ്ങൾക്ക് സബ്ജക്റ്റും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് LSC അല്ലെങ്കിൽ മെൻറ്ററെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ ജോയിനിങ്.